ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്ക് സ്റ്റഡി. നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. പ്ലാന്റ് എക്യുപ്മെൻറ്റ് അതുപോലെ ലേബറിൻ്റെയൊക്കെ മോസ്റ്റ് എഫക്റ്റീവ് യൂസ്, പ്ലാന്റ് എക്യുപ്മെൻറ്റിൻ്റെ എഫക്റ്റീവ് യൂസ്, ലേബറിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ എഫേർട്ടിൻ്റെ എഫക്റ്റീവ് യൂസ്. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മെഷർമെൻ്റാണ്, അല്ലെങ്കിൽ ഇവാലുവേഷൻ ഓഫ് ഹ്യൂമൻ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് മെഷർമെൻറ്റ് അല്ലെങ്കിൽ ടൈം സ്റ്റഡി. ഇവാലുവേഷൻ ഓഫ് ഹ്യൂമൻ വർക്ക് ആണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇത് മൂന്നുമാണ് മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് വർക്ക് സ്റ്റഡി. അപ്പോൾ എന്തൊക്കെയാണ് വർക്ക് സ്റ്റഡിയുടെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? റൈസിങ് ദ പ്രൊഡക്ടിവിറ്റി വിത്ത് നോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓർ ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെൻറ്റ്. നമ്മൾ ജസ്റ്റ് വർക്കിൻ്റെ മെത്തേഡ്സിൽ ചെറിയ റീഅറേഞ്ച്മെൻറ്റ്സ് മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കോസ്റ്റ് ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫെസിലിറ്റീസോ എക്യുപ്മെൻറ്റോ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ വർക്കിംഗ് മെത്തേഡ്സിൽ ചെറിയ റീഅറേഞ്ച്മെൻറ്റ് മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് അറ്റ് വർക്ക് ബൈ ഫൈൻഡിങ് ഹസാർഡസ് ഓപ്പറേഷൻസ് ആൻഡ് ഡെവലപ്പിംഗ് സേഫർ മെത്തേഡ്സ്. ഇപ്പോൾ നമ്മുടെ വർക്കിംഗ് പ്രൊസീജിയറിൽ അല്ലെങ്കിൽ വർക്കിംഗ് മെത്തേഡ്സിൽ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സേഫ് അല്ലാത്ത മെത്തേഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എലിമിനേറ്റ് ചെയ്യുക. കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള പ്രൊസീജിയറൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ച് സേഫ് അല്ലാത്ത സ്റ്റെപ്സൊക്കെ അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് സ്റ്റഡി ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഉയർത്താൻ പറ്റും. അതുപോലെ നമ്മൾ ഒരിക്കൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് നമ്മളല്ലെങ്കിൽ ഒരിക്കൽ നമ്മൾ വർക്ക് സ്റ്റഡി അപ്ലൈ ചെയ്ത് ഡെവലപ്പ് ചെയ്ത പ്രൊസീജിയർ ആ രീതിയിൽ ഇനിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നവർ ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വേറെ ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ സേവിങ്സ്, വർക്കിലുള്ള സേവിങ്സ് ആയാലും അല്ലെങ്കിൽ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആയാലും നമുക്ക് പിന്നുള്ള കാലം മുഴുവനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു അഡ്വാൻറ്റേജാണ്. അതുപോലെ തന്നെ വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത് നമുക്ക് ഫലപ്രദമായിട്ട് എല്ലാ മേഖലകളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ പ്ലാന്റ്സിൽ മാത്രമല്ല, ഓഫീസ്, സ്റ്റോർസ്, ലബോറട്ടറി, നമ്മൾ പ്ലാന്റിൻ്റെ തന്നെ ഓഫീസായാലും അല്ലെങ്കിൽ പുറമേയുള്ള ഓഫീസായാലും സ്റ്റോർ, ലബോറട്ടറീസ്, റെസ്റ്റോറൻറ്റ്, ഹോസ്പിറ്റൽ, അങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് സക്സസ്ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ ചീപ്പാണ് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഒരു ഇൻപുട്ടൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. അത് ജസ്റ്റ് റീഅറേഞ്ച്മെൻറ്റ് ഓഫ് വർക്കാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ചീപ്പ് ആൻഡ് ഈസി ടു അപ്ലൈ മെത്തേഡാണ് ഇത്. എല്ലാ മാനേജ്മെൻറ്റ് ഏരിയയിൽ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ ഇതിനായിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ പ്ലാന്റിൻ്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ എഫിഷ്യൻസി ടോട്ടലായിട്ട് നമ്മൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ടോട്ടലായിട്ട് എഫിഷ്യൻസി എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ആവുന്നതെന്ന് കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത പറയുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് വർക്ക് സ്റ്റഡി. നമുക്ക് എവിടെയൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ നമുക്ക് ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് വർക്ക് സ്റ്റഡി. ഒന്നാമത്തേന്ന് പറയുന്നത് ഇംപ്രൂവ് ബേസിക് പ്രോസസ് ബൈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പ്രോസസ്സസിനെ റിസർച്ച് ചെയ്ത് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിലുള്ള ബേസിക് പ്രോസസ്സിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ പ്രൊഡക്ഷൻ ലൈൻ, നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഇതാണ് പ്രൊഡക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. ആ പ്രൊഡക്ഷൻ ലൈനിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റാണ് വരുത്താൻ പറ്റുന്നത്, എന്തെങ്കിലും പ്ലാന്റ് എക്യുപ്മെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവും. അല്ലെങ്കിൽ ബിൽഡിംഗ് ലേഔട്ട് അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി ഇമ്പ്രൂവ് ആവും. അങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ ലൈനിലോട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ പ്രോഡക്റ്റിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ, അതിൻ്റെ ഡിസൈൻ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കാം. പ്രോഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമോ. പിന്നെ റെഡ്യൂസ് ദ വെറൈറ്റി. അപ്പോൾ നമ്മൾ വെറൈറ്റി ഒരുപാട് വെറൈറ്റീസ് ഇറക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഈ വർക്ക് സ്റ്റഡി മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് നമ്മൾ വെറൈറ്റീസ് നമ്മൾ കസ്റ്റമേഴ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് ആ ഒരു വെറൈറ്റീസിൻ്റെ നമ്പറിൽ കുറച്ച് റെഡ്യൂസ് ചെയ്യുക. അങ്ങനെ അതിന് ആ റേഞ്ച് കുറച്ച് സ്റ്റാൻഡേർഡൈസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബോൾട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സൈസിലുള്ള ബോൾട്ട് കാണത്തില്ല, സ്റ്റാൻഡേർഡ് സൈസസേ കാണത്തുള്ളൂ. ഇപ്പോൾ 10 mm അല്ലെങ്കിൽ 20 mm, അതിൻ്റെ ഇടയിലുള്ള സൈസൊന്നും കാണത്തില്ല. അപ്പോൾ അതൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും അതിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യും.
അതിനാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റിൽ അതേപോലെ വെറൈറ്റീസിൽ നമുക്ക് സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മുടെ മെറ്റീരിയൽ റിസോഴ്സസ് എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്സ്, മെഷീൻസ്, അതിൻ്റെയൊക്കെ ഇമ്പ്രൂവ്ഡ് യൂസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉപയോഗത്തിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷനൊക്കെ കൊണ്ടുവരാൻ അങ്ങനെ മെറ്റീരിയൽ റിസോഴ്സിനെ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ വർക്കിലെയും മാൻ പവറിനെയും അവരുടെ അതിൻ്റെ യൂസ് എഫിഷ്യൻ്റായിട്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് അതിലോട്ട് നമുക്ക് മാൻ പവറിലോട്ടും വർക്കിലോട്ടും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുകൊണ്ട് നമുക്ക് എംപ്ലോയീസിൻ്റെ എഫക്റ്റീവ്നെസ് മാക്സിമം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വർക്ക് സ്റ്റഡിയുടെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്. വർക്ക് സ്റ്റഡിയിൽ 2 ഭാഗങ്ങളുണ്ട്, മെത്തേഡ് സ്റ്റഡി, വർക്ക് മെഷർമെൻറ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും പറഞ്ഞ്. അപ്പോൾ ഇനി അതിൻ്റെ ആദ്യത്തെ പാർട്ടായിട്ടുള്ള മെത്തേഡ് സ്റ്റഡിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പം പറഞ്ഞ പോലെ തന്നെ മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ പ്രൊസീജിയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് പ്രൊസീജിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ആവുമോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുമോ, കുറച്ചും കൂടെ സേഫ് ആക്കാൻ പറ്റുമോ, അതൊക്കെയാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. വർക്ക് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അതിനൊരു ടൈം ഫിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ടൈം, ഇത്ര ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കണം. അപ്പോൾ അത് എത്ര ആയിരിക്കണം എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നതാണ് വർക്ക് മെഷർമെൻറ്റ് എന്നോ ടൈം സ്റ്റഡി എന്നോ ഒക്കെ പറയുന്നത്. അപ്പോൾ മെത്തേഡ് സ്റ്റഡിയുടെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ മെത്തേഡ് സ്റ്റഡി ഈസ് കൺസേൺഡ് വിത്ത് ഫൈൻഡിങ് ദ ട്രൂ ഫാക്ട്സ് അബൌട്ട് ഡൂയിങ് എ വർക്ക് ആൻഡ് ആഫ്റ്റർ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ദീസ് ഫാക്ട്സ് efforts are made to develop a new and better method of doing that work. അപ്പം മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി എടുക്കുക, ആക്ടിവിറ്റി എടുത്തിട്ട് ഇപ്പോൾ ചെയ്യുന്ന രീതി, ഇപ്പോൾ ആ ആക്ടിവിറ്റി ചെയ്യുന്ന രീതി കെയർഫുള്ളായിട്ട് എക്സാമിൻ ചെയ്യുക. പിന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നു എന്ന് നോക്കി അങ്ങനെ ഒരു പുതിയ മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക, കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്ത ഒബ്ജക്റ്റീവ്സ് ഓഫ് മെത്തേഡ് സ്റ്റഡി. നമ്മൾ വർക്ക് സ്റ്റഡി പോലത്തെ വർക്ക് സ്റ്റഡിയുടെ ഒരു ആദ്യത്തെ പാർട്ടാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഇംപ്രൂവ് ദ യൂസ് ഓഫ് മെറ്റീരിയൽ, പ്ലാന്റ്, എക്യുപ്മെൻറ്റ്സ് ആൻഡ് മാൻ പവർ. അതൊക്കെ നമ്മുടെ റിസോഴ്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ, പ്ലാന്റ്, എക്യുപ്മെൻറ്റ്, മാൻ പവറിൻ്റെ ഒക്കെ ഇംപ്രൂവ്ഡ് യൂസ് കണ്ടുപിടിക്കുക. ടു ഇംപ്രൂവ് ദ എക്സിസ്റ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സിനെ ഇമ്പ്രൂവ് ചെയ്യുക. വർക്ക് കണ്ടൻറ്റ്, ടു റെഡ്യൂസ് ദ വർക്ക് കണ്ടൻറ്റ് ആസ് ഫാർ ആസ് പോസിബിൾ. ഇപ്പോൾ ഉള്ള വർക്ക് കണ്ടൻറ്റ് നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അത്രയ്ക്കും വേണ്ടി നമുക്ക് വർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടുള്ള ലാഭം കിട്ടും. ടു പ്രൊവൈഡ് എഫക്റ്റീവ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മൾ പ്ലാനിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യുക അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ പൊസിഷൻ ചെയ്ത് വെക്കുക എന്നുള്ളതൊക്കെയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കുക എന്നുള്ളതൊരു ഒബ്ജക്റ്റീവാണ്. ടു സ്റ്റാൻഡർഡൈസ് മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നമ്മളെ പ്ലാന്റിലുള്ള മെത്തേഡ്സും പ്രൊസീജിയേഴ്സും പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള മെത്തേഡ്സും പ്രൊസീജിയേഴ്സും ഒക്കെ കുറച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളാക്കുക, ഇമ്പ്രൂവ്ഡ് ആക്കുക. ടു ഇംപ്രൂവ് ദ ലേഔട്ട് ഓഫ് ഓഫീസ്, വർക്കിംഗ് ഏരിയ ഓഫ് ഫാക്ടറി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മുടെ ലേഔട്ടിലും അതുപോലെ വർക്കിംഗ് ഏരിയയിലൊക്കെ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം. ടു പ്രൊവൈഡ് ബെറ്റർ കണ്ടീഷൻസ്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കണ്ടീഷൻസ്, കുറച്ചും കൂടെ നല്ല എഫിഷ്യൻ്റ് ആവാൻ വേണ്ടി എന്തൊക്കെ വർക്കിംഗ് കണ്ടീഷൻസൊക്കെ എന്തൊക്കെ മാറ്റം വരുത്താം. ടു മെയിൻറ്റെയിൻ സ്മൂത്ത് ഫ്ലോ ഓഫ് വർക്ക്. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ സ്മൂത്ത് ഫ്ലോ എഫക്റ്റീവ് ആക്കാൻ ഈ രീതിയിൽ എന്തൊക്കെ ചെയ്യാം. ടു ഇംപ്രൂവ് ഡിസൈൻ ഓഫ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. പ്ലാന്റിൻ്റെ എക്യുപ്മെൻറ്റ്സിൻ്റെയൊക്കെ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ മൊത്തത്തിലുള്ള ലേഔട്ട്, അതുപോലെ എക്യുപ്മെൻറ്റ്സിൻ്റെയൊക്കെ എക്യുപ്മെൻറ്റ്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുള്ളൂ. ഇപ്പോൾ വേറെ കുറച്ചുകൂടി ടെക്നോളജിക്കലായിട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് എടുക്കണോ, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ. ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി. പ്രൊഡക്ടിവിറ്റിയും ക്വാളിറ്റിയും ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇത്രയൊക്കെ. അപ്പോൾ ഇതാണ് വർക്ക് സ്റ്റഡി, മെത്തേഡ് സ്റ്റഡിയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത
ക്ലാസ് മുതൽ നമുക്ക് മെത്തേഡ് സ്റ്റഡി പ്രൊസീജിയർ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് മെത്തേഡ് സ്റ്റഡി ഇനിയാണ് ആക്ച്വലായിട്ട് മെത്തേഡ് സ്റ്റഡി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് നോക്കി ആ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് ഒരു കറക്റ്റ് ഒരു ഐഡിയ എടുത്ത് വയ്ക്കുക. ഇനി അടുത്ത ക്ലാസ് മുതൽ നമുക്ക് മെത്തേഡ് സ്റ്റഡി പ്രൊസീജിയർ അല്ലെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം.